തമ്പനിയിൽ കണ്ടതുപോലെ തന്നെ വാഴ 2ന്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത്. അതായത് ഞാൻ ഇന്നേ വരെ ഒരു മൂവി റിവ്യൂ ചെയ്തിട്ടില്ല, പക്ഷെ ഈ ഒരു മൂവി എനിക്ക് ഒരുപാട് 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 ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ ഒരു റിവ്യൂ ആയിട്ട് ചെയ്യാന്ന് വിചാരിക്കുന്നത്. നിങ്ങൾ വാഴ 2 കണ്ടിട്ടില്ലെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ പോയി കാണുക. അതായത് ഈ ഒരു മൂവിയിൽ നമുക്ക് എല്ലാവരുടെയും ലൈഫ് അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ശരിക്കും ഈ ഒരു മൂവിൽ ഹാഷിറാൻ ടീം കത്തിച്ചെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എല്ലാവരും ഒരേ പൊളിയായിരുന്നു, ഓരോ ക്യാരക്ടേഴ്സും അടിപൊളിയാണ്. നമുക്ക് ഇന്ന ക്യാരക്ടറാണ് സൂപ്പർ ആയിട്ട് ചെയ്തതെന്ന് പറയാനായിട്ട് പറ്റത്തില്ല. എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ പെർഫോം ചെയ്തു. ഈ ഒരു മൂവിയിൽ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എന്തോന്ന് വെച്ചാൽ, നമ്മളിപ്പോ ഭൂരിഭാഗം പേർക്ക് നമുക്കറിയാലോ ഇപ്പൊ വിദേശത്ത് പോയി പഠിക്കുന്നതൊക്കെ ട്രെൻഡ് ആണ്. എന്റെ ആണെങ്കിലും ഒരുപാട് കൂട്ടുകാർ വിദേശത്തൊക്കെ പോയി പഠിക്കാറുണ്ട് കേട്ടോ. അപ്പൊ അവരുടെ അടുത്ത് ഞാൻ തന്നെ മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് നിങ്ങളുടെ ലൈഫ് ഒക്കെ എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ അവർ പറയുന്നത് എന്തോന്ന് വെച്ചാൽ നാട്ടിൽ നിൽക്കുന്നത് തന്നെയാണ് നല്ലത് എന്നാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും അവർ ചുമ്മാ ഗമ അടിക്കുന്നതായിരിക്കും, അവർക്ക് നല്ല സാലറി ഒക്കെ കിട്ടുന്നതുകൊണ്ട് അവർ നമ്മൾ ചെല്ലാതിരിക്കാൻ വേണ്ടി ഗമ അടിക്കുന്നതാണെന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ സത്യാവസ്ഥ അതാണെന്നുള്ളത് നമുക്ക് ഈ ഒരു സിനിമ കാണുന്ന സമയത്ത് മനസ്സിലാവും കേട്ടോ. അതായത് ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച. നാട്ടിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് തോന്നും നാട് വിട്ട് എങ്ങോട്ടെങ്കിലും പോകുന്നതാണ് നല്ലതെന്ന്. അതേസമയം നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് നമുക്ക് തോന്നും തിരിച്ചു വരുന്നതാണ് നല്ലതെന്നുള്ളത്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് തന്നെ മൂവിയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വാഴയുടെ ആദ്യ ഭാഗം പേരൻസും മക്കളും തമ്മിലുള്ള ബോണ്ടാണ് കാണിക്കുന്നതെങ്കിൽ രണ്ടാം ഭാഗം കാണിക്കുന്ന സിബ്ലിങ്സ് തമ്മിലുള്ള ബോണ്ടാണ് കേട്ടോ. ആ ഒരു മൂവി കാണുന്ന സമയത്ത് ശരിക്കും നമുക്ക് മനസ്സിലാവും ഒരു സിബ്ലിംഗ് ഉള്ളതിന്റെ വില. ശരിക്കും ആ ഒരു സിംഗിൾ ചൈൽഡിന് മാത്രമേ അവർക്ക് മനസ്സിലാവത്തുള്ളൂ അവർ എത്രത്തോളം ഒറ്റപ്പെട്ടാണ് ജീവിച്ചതെന്നൊക്കെ ഉള്ളത്. നമുക്ക് ആ ഒരു സാഹചര്യം സിബ്ലിങ്സ് ഉള്ളവർക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. അതായത് നമ്മൾ സിബ്ലിങ്സ് ഉള്ളവർക്കാണെങ്കിൽ നമുക്ക് മനസ്സിലാവാനായിട്ട് പറ്റും. അതായത് കൊച്ചിലെ തൊട്ട് നമുക്ക് കളിക്കാനും വഴക്കൂടാനും ഒക്കെ ആയിട്ട് നമുക്ക് സിബ്ലിങ്സ് ഉണ്ട്. പക്ഷെ അതേസമയം ഒറ്റയ്ക്ക് വളർന്ന കുട്ടികളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി, അവർക്ക് ആരുമില്ല കൂട്ടിന്, അവരെല്ലാ കാര്യവും ഒറ്റയ്ക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് സിബ്ലിങ്സ് ഉള്ളവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് പേരൻസ് കൂടെ കാണും, അല്ലെങ്കിൽ സഹോദരങ്ങൾ കൂടെ കാണും. പക്ഷെ അതേസമയം ഒറ്റയ്ക്ക് വളർന്നവർക്കാണെങ്കിൽ അവർക്ക് പേരൻസ് നഷ്ടമായി കഴിഞ്ഞാൽ അവർ പിന്നെ ലൈഫിൽ ഒറ്റയ്ക്കാണ്. ശരിക്കും മൂവിയിൽ വിനായകന്റെ ആ ഒരു ക്യാരക്ടറിന്റെ അവസ്ഥ കാണുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ വിഷമാവും കേട്ടോ. പിന്നെ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് നമ്മളെ എല്ലാവരെയും ചിരിപ്പിക്കും, സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് ഒരുപാട് ചിന്തിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്യുന്ന പോർഷൻ ആണ്. പിന്നെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ശരിക്കും കത്തിച്ചു. അപ്പൊ മൂവി തിയേറ്ററിൽ പോയി കാണണോ വേണ്ടോ എന്നൊക്കെ ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർ കാണും. എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ കാണുക. അതല്ല നിങ്ങൾ സഹോദരങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പൊ നാട്ടിൽ തന്നെ ഉണ്ട്, നിങ്ങൾ ഒന്നിച്ചാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളായിട്ട് തന്നെ പോയി കാണുക. പിന്നെ ഈ ഒരു മൂവിയിൽ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ കണ്ട ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ കാണിക്കുന്ന പോലെ തന്നെ ഈ മൂവിയിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ നല്ല രീതിയിൽ തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ വീണ്ടും പറയാണ്, ഫ്രണ്ട്സ് ഫാമിലി ആയിട്ട് നിങ്ങൾ മസ്റ്റ് ആയിട്ട് തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഇനി മൂവി കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഏതൊരു മൂവി ആണെങ്കിലും അതിനകത്ത് നെഗറ്റീവ് സൈഡും ഉണ്ട് പോസിറ്റീവ് സൈഡും ഉണ്ട്. ഈ ഒരു മൂവിക്കകത്ത് നെഗറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക, പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളുക കേട്ടോ. എനിക്ക് ഈ ഒരു മൂവി ഓവറോൾ ഒരുപാട് 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 ഇഷ്ടപ്പെട്ടു. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഞാൻ ഇതുവരെ മൂവി റിവ്യൂ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ഫസ്റ്റ് ടൈം ആണ് മൂവി റിവ്യൂ ചെയ്യുന്നത്. ഞാൻ കണ്ടിട്ട് എനിക്ക് എന്താണോ തോന്നിയത്, എനിക്ക് എന്താണോ ഫീൽ ചെയ്തത്, അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. നിങ്ങൾക്ക് ഏതെങ്കിലും നല്ല ഫീൽ ഗുഡ് മൂവീസ് സജഷൻ ഉണ്ടെങ്കിൽ കമന്റിൽ പറയാട്ടോ. പിന്നെ എനിക്ക് അതുപോലെ ഫാന്റസി മൂവീസ് ഇഷ്ടമാണ്. അതായത് രാജകുമാരി, ഡ്രാഗൺ അങ്ങനത്തെ മൂവീസ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അങ്ങനത്തെ ഒരുപാട് മൂവീസ് കാണാറുണ്ട്. അങ്ങനത്തെയും എന്തെങ്കിലും സജഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതും കൂടെ കമന്റ് ചെയ്യാട്ടോ.